സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ എരമല്ലൂരിൽ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ആരുടെ വീഴ്ചയാണ്? ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷിന് കുരുതി കൊടുത്തതാണോ? അപകടമുണ്ടായി 3 മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് രാജേഷിനെ പുറത്തെടുത്തത്. ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകട കാരണമെന്നാണ് കരാർ കമ്പനിയായ അശോക ബിൽകോണിന്റെ വിശദീകരണം. അപകടത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം തേടി. അപകടം പതിവാണെന്ന് ആരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചു. അരൂരിൽ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് അപകട കാരണം. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇതുവരെയും കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല. നഷ്ടപരിഹാരം ഉറപ്പാക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിലപാട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ രാജേഷിന്റെ മരണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ഈ സ്ഥലത്ത് തന്നെ നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അതിലാരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് കണ്ടെത്തണം. മാത്രമല്ല, ഇപ്പോഴും കുടുംബം ഈ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് ഇപ്പോഴും അവിടെ സ്ഥിതി? പ്രതിഷേധം ഇപ്പോഴുമുണ്ടോ? ടോം, കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് നഷ്ടമായത്. കൃത്യമായ രീതിയിൽ അവർ 2 കുട്ടികളുണ്ട്, അത് പ്രായമായ മാതാപിതാക്കളുണ്ട്. കുടുംബം മുന്നോട്ട് പോവുകയാണ്, ഭാര്യമടങ്ങുന്ന കുടുംബം മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏക വരുമാന മാർഗമായിരുന്ന ഒരാൾ ഇല്ലാതാകുന്നു. അതിനേക്കാളും അപ്പുറം അവരെ ഒരു വലിയ ആശ്രയമാണ് പെട്ടെന്നൊരു നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇല്ലാതാവുന്നത്. ഇത് കൃത്യമായ രീതിയിലുള്ള അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പോലുമില്ലാതെ ഭാരമേറിയ ഗർഡറുകൾ ഉയർത്തിവെക്കുമ്പോൾ അതിന് താഴെ ഗതാഗത നിയന്ത്രണം പോലും ഏർപ്പെടുത്താതെ 70 ടണ്ണാണ് ഒരു ഗർഡറിൻ്റെ ഒരു ഭാരം കണക്കാക്കുന്നത്. അങ്ങനെ 2 ഗർഡറുകളാണ് താഴേക്ക് വീഴുന്നത്. അതിൽ നിന്ന് ഏതാണ്ട് 3 മണിക്കൂർ പരിശ്രമിച്ചാണ് അതിൽ നിന്ന് ആ ഗർഡർ അതിൽ നീക്കം ചെയ്യുകയും പിന്നീട് വാഹനം വെട്ടിപ്പൊളിച്ച് അതിൽ നിന്ന് ആ മൃതദേഹം പുറത്തെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയാണ്. ആരുടേതെന്നത് സംബന്ധിച്ച ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ആണോ, ഇതിൽക്കെടുത്ത കരാറുകാരനാണോ, സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇതിൽ എന്താണ് അതിൽ ഇടപെടൽ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ചയും ആക്ഷേപങ്ങളും എല്ലാം തന്നെ ഉണ്ടായേക്കാം. പക്ഷേ ഇതിൽ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഒരാൾ ഇല്ലാതാവുന്നത്. അത് ഈ ഒരാൾ മാത്രമല്ല, കഴിഞ്ഞ നാളിങ്ങോട്ടായിട്ട് ഈ ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയിട്ട് നാളിതുവരെയായിട്ട് പല രീതിയിലും ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. 12 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉയരപ്പാതയ്ക്കുള്ളത്. ഇതിൽ പലപ്പോഴായി പലയിടങ്ങളിലായി ഇതിൻ്റെ നിർമ്മാണ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാറുണ്ട്. അതോടൊപ്പം തന്നെ സമീപ സ്ഥലത്തുണ്ടാകുന്ന നിർമ്മിതികൾ ഇത് അശാസ്ത്രീയമായിട്ടുണ്ടാകുന്നുണ്ട്. അതിലൊരു അടയാളങ്ങൾ പോലും ഇല്ലാതെയാവുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് അപകടങ്ങൾ അവിടെ പതിവാകുകയാണ്. 45ഓളം മരണങ്ങളാണ് ഇവിടെ ഉണ്ടായതായിട്ട് പറയുന്നത്. അത് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെയും ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. തൊഴിലാളികളടക്കം അതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളടക്കം അപകടത്തിൽപ്പെടുന്നു. ഇത് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതാണ് എന്നതാണ് നാട്ടുകാർ അവിടെ കൂടിയിരുന്ന നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. നമ്മൾ പുലർച്ചെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും, ഒരാൾ പോലും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ വികസനത്തെ എല്ലാവരും തന്നെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തുടർച്ചയായുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മരിച്ച രാജേഷ് ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും അതിനും കാരണമാക്കുന്നതാണ് താഴെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മുകളിൽ ഗർഡറുകൾ അവിടെ ഉറപ്പിക്കുന്നത് എത്രമാത്രം അശാസ്ത്രീയമായ രീതിയിലുള്ളതാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊരു നിർമ്മാണം നടക്കുമ്പോൾ താഴെ കൂടി വാഹനം കടത്തിവിടുക,
അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതിൽ എന്ത് ഉത്തരവാദിത്വ ബോധമാണ് അവർക്കുണ്ടായിരുന്നതെന്ന്. ഒരു കുടുംബത്തിന് അവരുടെ നാഥൻ നഷ്ടമാവുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ ഗർഡറുകൾ അവിടെ നിന്ന് മാറ്റുകയാണ്, ഇതെല്ലാം നീക്കം ചെയ്യും. സാധാരണ അതിലൂടെ ഇനി വാഹനങ്ങൾ കടന്നു പോകും. ഈ അപകടവും മരിച്ചുപോയ ആളും ഇതെല്ലാവരും തന്നെ മറന്നുപോകും. പക്ഷേ ആ കുടുംബത്തിൻ്റെ നഷ്ടം അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അതൊരു വേദനയാണ്. ഇന്ന് അവർ വാദിക്കുന്നത് ആ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു സമരത്തിലേക്കടക്കം അവർ നീങ്ങുന്നതെന്നാണ് മനസ്സിലാകുന്നത്. രാജേഷിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം അടക്കം ഉറപ്പ്. തീർച്ചയായും ഡാനിയിലേക്ക് എത്താം. ആ കുടുംബത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് കൃത്യമായ ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതും അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ജീവൻ പൊലിയുന്നൊരു സാഹചര്യം. നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ഉറപ്പാക്കണം. അതുവരെയും മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിൽ നിൽക്കുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ് അവർ ഉയരുന്നത്. കുടുംബത്തിന്റെയും ഞങ്ങളുടെയും തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെയായിട്ടും ഗവൺമെന്റ് ഓഫീഷ്യൽസോ കമ്പനി ഓഫീഷ്യൽസോ ഞങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ആയതിനാൽ ഞങ്ങൾക്ക് അർഹമായ കോമ്പൻസേഷനെ പറ്റി ഒരു ഉറപ്പ് നൽകാനും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ആയതിനാൽ ഞങ്ങൾ 10 മിനിറ്റൂടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബോഡി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് കുടുംബത്തിന്റെയും ഞങ്ങളുടെയും തീരുമാനം. വെറും 10 മിനിറ്റൂടെ നോക്കും. അത് കഴിഞ്ഞിട്ട്, കാരണം ധാർഷ്ട്യം കാണിക്കുവാണെന്ന് മനസ്സിലായി. ഗവൺമെന്റ് ഓഫീഷ്യൽസും ഈ കമ്പനി ഉദ്യോഗസ്ഥരും ധാർഷ്ട്യം കാണിക്കുവാണ്. അവര് ഒരു മൃതദേഹത്തോട് കാണിക്കുന്ന മര്യാദകേടാണ് കാണിക്കുന്നത്. ഇതൊരു കൊലപാതകമാണ്. ഇതൊരു ആസൂത്രിത കൊലപാതകം തന്നെയാണ്. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത്ര കെയർലെസ് ആയിട്ട് സേഫ്റ്റി ലാഗോടുകൂടി ആൾക്കാരെ പണിയെടുപ്പിക്കുകയും അവിടെ നടക്കുന്ന അപകടങ്ങൾക്കും എല്ലാം അതിനെ ആക്സിഡന്റ് എന്നല്ല പറയേണ്ടത്, കൊലപാതകമെന്ന് തന്നെയാണ്. ഈ ആസൂത്രിതമായ കൊലപാതകത്തിന് ഗവൺമെന്റും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇത്രയും നേരമായിട്ടും ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസും ഞങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞ് രാവിലെ 3 മണിക്ക് മരിച്ചതാണ്. മണിക്കൂർ ഇപ്പൊ 2 മണിയായി. ഇപ്പൊ ഏകദേശം 12 മണിക്കൂറോടെ ആകുന്നു. 11 മണിക്കൂർ കഴിഞ്ഞു. ഈ 11 മണിക്കൂറിനുള്ളിൽ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? എന്താണ്? ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും എങ്ങനെയും കൊല്ലാം. ഗാർഡർ മറിച്ചിട്ടോ അല്ലെ വണ്ടി കയറ്റിയോ എങ്ങനെയും കൊല്ലാം. ആരും ചോദിക്കാനും വരില്ല, കേൾക്കാനും വരില്ല. വീണ്ടും ഡാനി പോളിലേക്ക്. ഡാനി, വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതായത് ഇതൊരു കൊലപാതകം തന്നെയാണ്. ആ രീതിയിൽ തന്നെ ഈ വിഷയത്തെ കാണണമെന്ന് പറയുന്നു. ഇതുവരെയും അധികാരികളാരും, ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവരെ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ? ടോം, ആ കുടുംബത്തിന്റെ ഒരു ആക്ഷേപങ്ങളിലേക്ക് വന്നാൽ അവരങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നുള്ളതാണ്. കാരണം ഇതൊരു ഈ രീതിയിലുള്ള ഒരു കൊലപാതകം എന്നെല്ലാം തന്നെ പറഞ്ഞാൽ പോലും നമ്മൾക്ക് അതിൽ നിന്ന് അവരെ തിരിച്ചു ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇത് അനാസ്ഥ ഒരു രീതിയിൽ ഒരു മരണത്തിന് കാരണമാകുന്നെങ്കിൽ ആ അനാസ്ഥയ്ക്ക് ഉത്തരവാദികളെ തന്നെയാണ് അതിൽ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. അവരതിൽ നിൽക്കാൻ അർഹരാണ്. കാരണം ഇതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ളൊരു സംവിധാനം പോലും ചെയ്യാതെ ഇത്രയ്ക്ക് കൃത്യവിലോപം നടത്തുന്ന ഒരു രീതി, ഇത് ആരും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ആരും തങ്ങളെ ചോദ്യം ചെയ്യില്ല എന്ന ധാർഷ്ട്യം അത് തന്നെയാണ് അവിടെ നടക്കുന്നതെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇതിൽ മടുത്തിരിക്കുന്നു, ഈ ഒരു സിസ്റ്റത്തോട് മടുത്തിരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കാനും തയ്യാറാവുന്നത്. ഇനി നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബത്തിന് ഒരു സമാശ്വാസ തുക നൽകണം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. അവരുടെ ആവശ്യത്തെ അഡ്രസ്സ് ചെയ്യുക പോലും ചെയ്യുന്നില്ല എന്നതാണ് അവർക്ക് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. കാരണം തങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് നിൽക്കുന്നു. ഇത് സംഭവിച്ചത് പൊതുനിരത്തിലാണ്. ഇതിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് ദേശീയപാതയിൽ തന്നെയാണ്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഈ മരിച്ചുപോയ ഒരാൾക്ക് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ഒരാൾക്ക്
ഇതിൽ അയാളത് വന്നുപെടുകയായിരുന്നു. അതിൽ ഏതാണ്ട് കെണിയിൽ വീണു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ടായെന്ന് അവർ പറയുന്നു. നേരത്തെ അരൂരിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ മനസ്സിലായിരുന്നത് ജില്ലാ കളക്ടർ അവിടെ വരികയും മറ്റു കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് മോർച്ചറിയിലേക്കെല്ലാം നീങ്ങുമ്പോൾ അവിടേക്ക് വൈകാതെ ഡിവൈഎസ്പിയും തഹസിൽദാരും അടക്കമുള്ളവർ എത്തുമെന്നൊരു സൂചന ബന്ധുക്കൾക്ക് ആരൊക്കെയോ നൽകിയിരുന്നു എന്നതാണ്. അവരതിൽ വിശ്വസിക്കുകയും ചെയ്തു, അത്തരം കാര്യങ്ങൾ ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് അത്തരം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായും വലിയ ശക്തമായൊരു പ്രതിഷേധം ആ ഭാഗത്ത് ഉണ്ട്. അതിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ യാത്രക്കാർക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സത്തെ മറികടന്നുകൊണ്ട് പോകേണ്ടതിനെ കുറിച്ച് മാത്രമേ അവരത് ആലോചിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഇരകളാകുന്നവർ, വ്യക്തിമാകുന്നവർ ഒരുപാട് ആ പ്രദേശത്തുണ്ട്. അവരെല്ലാം ദൈനംദിന ഇതെല്ലാം തന്നെ അനുഭവിക്കുന്നവരാണ്. അവിടെ ഉണ്ടാകുന്ന പൊടിശല്യത്തോടും മറ്റതെല്ലാം തന്നെ അവരതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അതല്ല, ഇതുപോലുള്ള അപകടങ്ങൾ, ഇതിൽ തലക്ക് മുകളിൽ എപ്പോഴും ഒരു അപകടം തങ്ങി നിൽക്കുന്ന പോലുള്ളൊരവസ്ഥ തന്നെയാണ്. ആ ഗർഡറുകൾ, അത് എന്താണ് അതിൽ ഒരു സുരക്ഷിതത്വം എന്നത് വലിയ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ഇന്ന് ഇപ്പോൾ പുലർച്ചെ ഉണ്ടായ അപകടം, 2:30 അപകടം, അതിൽ സാങ്കേതികമായി കമ്പനി വിശദീകരിക്കുന്ന, അശോക എന്ന് പറയുന്ന കമ്പനി വിശദീകരിക്കുന്നത് അതിൻ്റെ ഒരു സംവിധാനങ്ങളാണ്, ഹൈഡ്രോളിക് സംവിധാനങ്ങളിൽ വന്നിട്ടുള്ളൊരു പാകപ്പിഴ സാങ്കേതികത്വം, അത് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറം മനുഷ്യത്വം എന്നുള്ള ഒന്നുകൂടിയുണ്ട്. ഇതിന് താഴെ കൂടി കടന്നു പോകുന്നവരുടെ ജീവൻ ആരാണ് ഉറപ്പുവരുത്തുക എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ടോം, അതിൽ നമ്മൾ അറിയുന്നത് ഒരു വിവരം തൊട്ട് മുൻപെയാണ് അതിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഡാനി സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഇതുവഴി, അതായത് ഉയരപാതയിൽ ഇത്ര നിർമ്മാണം നടക്കുമ്പോൾ താഴെ മറ്റ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കരാർ കമ്പനിക്കും പൊതുമരാമത്ത് വകുപ്പിനുമുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ഇതിന് മുൻപ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കുടുംബത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ആ കുടുംബത്തിന്റെ തീരുമാനം എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പനിക്കാർ വന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സർക്കാരിന്റെ ഭാഗം വിട്ടേരെ, നിങ്ങൾ എന്താ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരിപ്പോൾ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വഴങ്ങിയില്ല. പിന്നെ അവർ 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഞങ്ങൾ അതിനും വഴങ്ങിയിട്ടില്ല. കാരണം 10 ലക്ഷം രൂപ കൊണ്ടൊന്നും യുവനാളത്ത് ഒന്നും സാധിക്കാനില്ല. 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഹാക്കന്മാർ ഞങ്ങൾ പരസ്പരം പിരിവിട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഒരു ജീവന്റെ വില 10 ലക്ഷം രൂപയോ? ആ കുടുംബം ഈ 10 ലക്ഷം രൂപ കൊണ്ട് സർവൈവ് ചെയ്യുമോ? പറഞ്ഞേ, ആ കുടുംബം ഈ 10 ലക്ഷം രൂപ കൊണ്ട് സർവൈവ് ചെയ്യുമോ? ആ കുട്ടിക്കുള്ള മെഡിസിൻ തന്നെ വേണം നല്ലൊരു എമൗണ്ട് ഓരോ മാസവും. അത് 6ാമത്തെ മാസം തൊട്ട് ആ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് നിർത്താൻ പാടില്ല അതൊന്നും. അപ്പൊ അതൊന്നും ഈ 10 ലക്ഷം രൂപയിലൊന്നും പോവില്ല. അത് കമ്പനിയാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥർ 3 പേര് വന്നിട്ടുണ്ട്. കമ്പനിയുടെ ആൾക്കാർ 3 പേര് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് വി ആർ ഓൺലി ദ മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം അതായത് പിന്നെ ഡിസിഷൻ പവർ ഉള്ള ആൾക്കാരല്ല വന്നേക്കുന്നത്, ഡിസിഷൻ മേക്കേഴ്സ് അല്ല വന്നേക്കുന്നത്. അവരുള്ളി മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പൊ അവരവരുടെ ഉയർന്ന അധികാരികളോട്ട് സംസാരിച്ചിട്ട് അവര് മറുപടി പറയട്ടെ. അതെ, കരാർ കമ്പനിയുടെ ആൾക്കാരാണ്. 10 ലക്ഷമാണ് അവർ മാക്സിമം പറയുന്നത്. തഹസിൽദാർ ഇപ്പോൾ അവരുടെ ഉയരധികാരികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള 4 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. അതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അതിനപ്പുറം ഒന്നും സംസാരിച്ചിട്ടില്ല. അതിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. ഇത് ഞങ്ങൾ ബോഡി എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ബോഡി ഇവിടെ ഉപേക്ഷിച്ച് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. വീണ്ടും ഡാനി പോളിലേക്ക്. ഡാനി, കരാർ കമ്പനി പറയുന്നു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന്. സർക്കാരിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം. പക്ഷെ കുടുംബം വഴങ്ങിയിട്ട്, കാരണം ഏക അത്താണിയാണ്, കുടുംബത്തെ പോറ്റണം, ഒരു രോഗിയായിട്ടുള്ളൊരു കുഞ്ഞുണ്ട്, അതിൻ്റെ ചികിത്സ മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകണം. എന്താണ് ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം? എന്താണ്? അതായത് കൃത്യമായ നഷ്ടപരിഹാരം അത് ഉറപ്പാക്കും വരെയും പ്രതിഷേധം തുടരുന്നു, മൃതദേഹം ഏറ്റെടുക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ടോം, അങ്ങനെ തന്നെയാണ്. കാരണം അവർ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. അല്ല എങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞതിലൊരു വലിയ വസ്തുതയുണ്ട്. ആ കുട്ടി ജന്മനാ തന്നെ ഡയബറ്റിക് ആയ ഒരു കുട്ടിയാണ്. അതിന് വളരെയധികം ചികിത്സാ ചെലവുകളുണ്ട്. അവർ നേരത്തെ അതിൻ്റെ ഒരു മരുന്നും കാര്യങ്ങളും എല്ലാം തന്നെ കണക്ക് പറയുന്നു. രാജേഷ്, കിട്ടാവുന്ന ഈ ഇതുപോലുള്ള ഓട്ടങ്ങളുണ്ടല്ലോ, ഈ
തൊഴിൽ ഏറ്റെടുക്കില്ല. അത് എല്ലാ ജോലിക്കും പോകുന്നൊരു മനുഷ്യനാണെന്ന് പറയുന്നത്. അത് ഓട്ടോറിക്ഷ ആണെങ്കിലും ടാക്സി ആണെങ്കിലും ഓടിക്കാൻ പോവുക, മറ്റ് കർഷക പണി, ഇതെല്ലാം ചെയ്യും. കാരണം അദ്ദേഹത്തിന് അത്ര കണ്ട ഈ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. കുട്ടിയുടെ മരുന്നിന് ചിലവിന് പോലും വലിയ തുക ചെലവഴിക്കേണ്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാപകലില്ലാതെ അദ്ദേഹം ഈ തൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ തന്നെ അത് തിരുവനന്തപുരത്ത് നിന്ന് മുട്ടയെടുത്ത് എറണാകുളത്ത് വിതരണം ചെയ്ത് അതിനുശേഷം പുലർച്ചയോടുകൂടി നാട്ടിലേക്ക് എത്താനുള്ള ഓട്ടത്തിലായിരുന്നു. ആ ഒരു പെടാപ്പാടിനിടയിലാണ് ഈ അശനബാധ പോലെ ഇത് വന്നു വീഴുന്നത്. ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വലിയ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അർഹതപ്പെടുന്നത് തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. കാരണം അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. സർക്കാർ നൽകുന്ന ഒരു ദുരിതാശ്വാസം ആ രീതിയിലുള്ളതായിരിക്കാം. കാരണം അതിനൊരു നിശ്ചിതമായ ഫോർമാറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും, പക്ഷേ അവിടെയല്ല അത് കാണിക്കേണ്ടത്. അതിൽ ഇടപെടാൻ ഒരു നിശ്ചയദാർഢ്യം അവിടെയുണ്ട്. ഈ കമ്പനികളോട് ആവശ്യപ്പെടാനുള്ള കരുത്ത് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതൊരിക്കലും മറന്നുകൂടാ. കാരണം അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു പാതകമെന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഈ ഒരു മരണം നടന്നിരിക്കുന്നത്. അതിൽ അനാസ്ഥ കൊണ്ട് മാത്രം പൊലിഞ്ഞു പോയതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വലിയ രീതിയിൽ തന്നെ ഇടപെടേണ്ട ഒരു അവസ്ഥ തന്നെയുണ്ട്. ആ കമ്പനിക്ക് കൃത്യമായൊരു നിർദ്ദേശം നൽകാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. സർക്കാരിൻ്റെ ദുരിതാശ്വാസത്തിനപ്പുറം ഈ കമ്പനികൾക്കും കാര്യങ്ങൾക്കും വ്യക്തമായൊരു നിർദ്ദേശം നൽകാനായിട്ട് സാധിക്കുക തന്നെ വേണം. ഏതായാലും കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം അവരുടെ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാജേഷിൻ്റെ മൃതദേഹം ഇപ്പോൾ അവർ അത് ഏറ്റെടുക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതങ്ങനെ ആവരുത്. കൃത്യമായൊരു ഇടപെടൽ നടത്താനായിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയണം, നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയണം. ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിലേക്ക് കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ നമ്മുടെ ഭരണകൂടം ബാധ്യസ്ഥരാണ്. കാരണം ഇവിടുത്തെ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു യുവാവിൻ്റെ ജീവൻ പൊലിയാൻ കാരണമായി.